നമസ്കാരം, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ് ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. പൊഴിയുന്ന പൂവുകൾ, കൊഴിയുന്ന ദിനങ്ങൾ ഒന്നും തിരിച്ചു വരില്ല. നിഴലായി, നിലാവായി, കൂടെയുള്ളതൊന്നു മാത്രം, നിന്നോർമ്മകൾ. കൂടെയുള്ള ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവട്ടെ, നഷ്ടപ്പെട്ടൊരു പ്രണയമാവട്ടെ, നമ്മുടെ മനസ്സിലുള്ളത് അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ലേ. കട്ടിലിലേക്ക് ചാഞ്ഞ് ഒരു തലോണയുടെ മുകളിൽ മറ്റൊരു തലോണ വെച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതും ഇയാളെക്കുറിച്ചല്ലേ. കൂട്ടിന് ഈ ഓർമ്മകളല്ലേ. ഞാനും കൂടി ഉണ്ടാവും കേട്ടോ 12 മണി വരെ. കൂടെ ആയിരിക്കുക ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഒരു CD-യാ. ലവ് സോങ്സിൻ്റെ ഒരു CD. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത് റീനു. ഇഷ്ടപ്പെടുന്ന ആളുടെ ബർത്ത്ഡേ, വാലന്റൈൻസ് ഡേ, ചിലപ്പോൾ അയാൾക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാണും പലപ്പോഴും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഗിഫ്റ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, തിരികെ കിട്ടാറുമുണ്ട്. എന്നാൽ ഇത് മേടിച്ച് കൈ വെക്കുന്നതല്ലാതെ എന്തെങ്കിലും അതിന് പിന്നിലുള്ള തോട്ട് പ്രോസസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ അറിയുള്ളൂ അതിന് പിന്നിൽ എന്തോരം ടെൻഷനുണ്ടെന്ന്. എത്ര നല്ല ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നിയാലും മറ്റേയാളുടെ മനസ്സിൽ അതിനൊരിടം കിട്ടണമെങ്കിൽ അത് അയാൾക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ. അതവിടെ നിൽക്കട്ടെ. ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ റീനു ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരുപാട് ഗിഫ്റ്റ്സ് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്നെങ്കിലും ഈ ഒരു പ്രണയം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വെച്ചോ. ഈ ഗിഫ്റ്റ്സിനെ ഇപ്പം എന്താ ചെയ്യുക? ഓർമ്മയ്ക്കായിട്ട് എന്നും കൂടെ കൊണ്ടു നടക്കുമോ, അതോ ദൂരേക്ക് വലിച്ചെറിയുമോ? ഉത്തരം പോസ്റ്റ് ചെയ്യണം. ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട് പ്രണയിക്കുമ്പോൾ. ആ ബന്ധം തകരുമ്പോൾ ഈ ഗിഫ്റ്റ്സിനെ വലിച്ചെറിഞ്ഞ് കളയണോ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ ആര്യയുണ്ട്. ആര്യക്കൊരു പ്രണയമുണ്ടോ? സ്മോൾ പീസ്. എത്ര നാളായി തുടങ്ങിയിട്ട്? 2007 മുതലുള്ള പ്രണയമോ? സത്യം പറ കൊച്ചു കള്ളി, എന്തോരം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ ഗിഫ്റ്റ്സ് കിട്ടിയ കാര്യമല്ല എനിക്കറിയണ്ടേ. ഒരു ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആര്യക്കുട്ടിയുടെ പോവില്ല. ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് തകർന്നു എന്ന് വെച്ചോ, ഇമാജിനറി സിറ്റുവേഷനാ. സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ തകർന്ന ബന്ധത്തിന്റെ ഓർമ്മ പിന്നെയും ഉണ്ടാവില്ലേ, നശിപ്പിക്കുമായിരിക്കും. അത് ചിന്തിക്കാൻ പോലും ഇഷ്ടമല്ല അല്ലേ. ആര്യ ഏതാണ്ട് കരയാറായിട്ടുണ്ട്. കുഴപ്പമില്ല, നീ തകരത്തൊന്നുമില്ല. പ്രണയിക്കുന്ന ആരുടെയും ബന്ധം തകരല്ലേ എന്ന പ്രാർത്ഥനയോടെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് റീനു അടുത്ത പാട്ടിലേക്ക് പോവാം. കൂടെ അരയ്ക്കുക ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐ ലവ് യു മോർ ആൻഡ് മോർ. എൻ്റെ അൺനോൺ ലവറിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് വിഷ്ണു ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് റീനുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലവ് ഇസ് എ വെരി പ്രഷ്യസ് ഗിഫ്റ്റ് ഗിവൺ ബൈ ഗോഡ്, സോ പ്ലീസ് ഡോണ്ട് മിസ്യൂസ് ഇറ്റ് എന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സിനുവിന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചേക്കുന്നത്. എൻ്റെ മാത്രം പൊന്നൂസിന് ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് ചോദിച്ചിരിക്കുന്നു. പിന്നെ വേറൊരു മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്, അവൾ എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. അവളുടെ മുഖം എപ്പോഴും മനസ്സിൽ കാണും, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം. ഐ ലവ് യു ടു മച്ച് അഖില എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ അടുത്ത മനോഹര ഗാനം റീനു പ്ലേ ചെയ്യുക. ഇതുപോലത്തെ ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ 56070 മെസ്സേജ് അയച്ചാൽ മതി. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്.